പെൺകുട്ടി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതൊരു പെണ്ണെന്നാ പറഞ്ഞേക്കുന്നത്. ഈ പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ നെഗറ്റീവ് മാത്രം പറയുന്നത്. നമുക്കതൊരു അഡ്വൈസ് ഒക്കെ തരുമായിരിക്കും ചിലപ്പോൾ ചേച്ചി. മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ. അതിന്റെ മുകളിൽ നമ്മൾ മറ്റൊരു പേര് കൂടി വെക്കണം, കാമുകൻ, കാമുകി. എന്തുകൊണ്ടാണത് വെക്കുന്നതെന്ന് വെച്ചാല്, നൊന്ത് പ്രസവിച്ച അമ്മയെയും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന ഒരാളോട് ഇൻസ്റ്റഗ്രാം വഴി കണ്ട് ഇഷ്ടപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് മാത്രമായി ഇഷ്ടപ്പെട്ടതാകാം, അല്ലെങ്കിൽ വഴി വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചതാകാം. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. അത്രയും നാൾ നമ്മൾ നോക്കിയ ആളുകളൊക്കെ ഉപേക്ഷിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരൊറ്റ ഇറങ്ങിപ്പോക്കാം. എന്താണ് ആ പ്രത്യേക സാഹചര്യം എന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അത് മനസ്സിലാവുന്നുള്ളതാണ്. പ്രണയം മനുഷ്യനുള്ള കാലം മുതലേ ഉള്ളതാണ്. ആദ്യ കാലഘട്ടം മുതൽ നോക്കിയാൽ പ്രണയമുണ്ട്. പ്രണയത്തിന് വേണ്ടിയിട്ടും മണ്ണിനും പെണ്ണിനും വേണ്ടിയിട്ടാണല്ലോ ഈ ഭൂമിയിൽ കലഹം ഉണ്ടായിട്ടുള്ളത്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്നാണല്ലോ. 14-15 വയസ്സുള്ള സമയത്ത്, 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുമായിട്ട് കറങ്ങി നടന്നതിന് ഈ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോക്സോ കേസിലൊക്കെ പെട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഈ പെൺകുട്ടിക്ക് ഇവനോട് ഭയങ്കര ക്രഷ് ആവുകയാണ്. നിരന്തരമായിട്ട് ഇവൻ അവിടെ ഇവിടെ വെച്ച് കാണും. പ്രേമം പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലെ. നമ്മൾ സിനിമയിൽ കാണുമ്പോൾ മാത്രം കൈയടിക്കുന്നു, റിയൽ ലൈഫ് കാണുമ്പോൾ കൈയടിക്കാതിരിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. പക്ഷേ ആ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് പ്രണയാഭ്യർത്ഥനയുമായിട്ടൊക്കെ വന്നു. ഇവന്റെ സെന്റിമെന്റൽ സാധനമൊക്കെ കണ്ട് ആ കുട്ടി ഇഷ്ടപ്പെട്ടു. പൂജ മാതാപിതാക്കളൊക്കെ ഉപേക്ഷിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വീടായിരുന്നു. അവിടെ നിന്ന് ഈ പയ്യന്റെ കൂടെ ഇറങ്ങിപ്പോയി ഈ പെൺകുട്ടി ഇവനും ചേർന്നിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. ഇവർക്ക് ഇന്റർവ്യൂകളൊക്കെ കിട്ടുന്നുണ്ട്. അത് ഇവിടുത്തെ ഒരു ചടങ്ങാണ്. ഒളിച്ചോടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ കിട്ടുക എന്നുള്ളത് വല്ലാത്തൊരു ചടങ്ങാണെന്നുള്ളത്. പണ്ട് നമ്മൾ കേട്ടിരുന്ന സാധനമാണ്. ടിക്ടോക്കുള്ള സമയത്ത് ഒളിച്ചോട്ടത്തിന്റെ ഒരു ദേശീയ ഗാനം തന്നെ ഉണ്ട്. എള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂര് പട്ടന്തിന പട്ടന്തടന്ന ചന്ദനിനക്കാടി. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു പേടിയാന്നുള്ളതാണ്. ഓക്കെ, അതാണ് ടിക്ടോക്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേശീയ ഗാനം. ഇങ്ങനെ ഈ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവർ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. യൂട്യൂബ് ചാനലിലൂടെ ഇവർ ഓരോ വീഡിയോസ് ഇടും. ഈ വീഡിയോസ് കാണുമ്പോൾ പല ആളുകളും നല്ല അഭിപ്രായം പറയും, മോശം അഭിപ്രായം പറയും അല്ലെ. ഈ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് മാതാപിതാക്കളുടെ വിഷമത്തെ കുറിച്ച് പറയുന്നതും നിനക്ക് ഇനിയും നല്ലൊരു ജീവിതം കിട്ടുമെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെയാണ്. പിന്നെ നീ അനുഭവിക്കും എന്നുള്ളതും പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. എന്നാൽ പൂജ അമല് ഇത്തരം വീഡിയോസിനൊക്കെ മറുപടിയുമായിട്ട് വന്നിരിക്കുകയാണ്. റിയാക്ഷൻ വീഡിയോ ആണ്. പക്ഷേ ഈ റിയാക്ഷൻ വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുക. വിദ്യാഭ്യാസത്തിന്റെ കുറവും മാതാപിതാക്കളുടെ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കാതെ ഇരുന്നാൽ ഇങ്ങനെ പലതും പറയുന്നുള്ളത്. നേരെ വീടിലോട്ട് കടക്കാം. ഇതൊരു പാഠമാണ്. നിങ്ങളുടെ മക്കളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണൊക്കെ സുലഭമാണ്. ഈ സുലഭമായ ഈ ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളും ഇങ്ങനെയുള്ള പ്രണയത്തിലൊക്കെ പോയി പെടുന്നുണ്ട്. ഇതുവരെ കാണാത്ത ആളുകളുമായിട്ട് അങ്ങ് ചാറ്റാറുണ്ട്. പണ്ടത്തെ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിഷ്ടപ്പെട്ട് കത്തുകളിലൂടെ പ്രണയം കൈമാറി അങ്ങനെ പോകുന്ന ഒരു പവിത്രമായിട്ടൊരു സാധനമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി ഇൻസ്റ്റഗ്രാം വഴി അങ്ങ് സെറ്റ് ആവുന്നു, അങ്ങ് പോകുന്നു. റിഫയുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്, സഫയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ആളുകളുണ്ട് കേട്ടോ, മോശപ്പെട്ട രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ പ്രണയം നേരെ ബെഡിലേക്ക് എത്തുന്നു, അവിടുന്ന് അത് അവസാനിക്കുന്നു, പിന്നീട് ഒരുപാട് കേസിലേക്കൊക്കെ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതൊന്നല്ല ഈ വിഷയം മറ്റൊരു വിഷയമാണ്. ഒളിച്ചോടി പോയ ആളുകൾക്ക് കുറച്ച് നെഗറ്റീവ് കമന്റ് ഇട്ടതാണ് അത്രേ. കാണാം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത്. മാർച്ച് 6 അല്ലേ എക്സാം, ഫസ്റ്റ് ഫിസിക്സ്. എന്റെ അനിയത്തിക്കും എക്സാം ആണ്. നിന്റെ സെയിം ഏജ് ആണ്. ഇത്രയും ഡെറിവേഷൻസും ന്യൂമറിക്സ് തിയറി പഠിക്കാൻ ഉണ്ടായിട്ടും ഉത്സവം എക്സ്പ്ലോർ ചെയ്ത് ബ്ലോഗ് ഒക്കെ എടുത്ത് നടക്കുവാണോ? ഇപ്പോ മനസ്സിലാവില്ല മോളെ. പിന്നെ നമ്മൾ ഇത് പറയുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മളെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഹെൽത്ത് ആവരുത്. നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ. അതെ, എന്റെ പൊന്നു മോനെ, നീ മലയാളം പറഞ്ഞാൽ മതിടാ. അല്ല, ഇതിലിപ്പോ എന്താടാ നെഗറ്റീവ്? ഉത്സവവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കാതെ പഠിക്കും മോളെ എന്ന് പറഞ്ഞ നെഗറ്റീവ് അല്ലേ, പോസിറ്റീവ് അല്ലേ? ഇതിനൊക്കെ നെഗറ്റീവായിട്ടാണ് എന്റെ പൊന്നു തമ്പുരാക്കന്മാരെ. കാണട്ടെ ബാക്കി. എക്സാം 6-ാം തീയതിയാണ്. അത് എനിക്കറിയാം. ഫിസിക്സ് ആണ് എക്സാം എന്നും എനിക്കറിയാം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നമ്മുടെ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ അത് അപ്ലോഡ് ചെയ്താലും എന്താണ് പറയുന്നത്, വീഡിയോക്ക് വേണ്ടി പഠിക്കുന്നു, അവളല്ലാതെ പഠിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ അന്ന് അത് ഇടണ്ട, അല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് ഫുള്ള് കാണിക്കാന്ന് വിചാരിച്ചു. ഓ, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, നെഗറ്റീവ് അല്ല കേട്ടോ, അത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. ആരാണോ കമന്റ് ഇട്ട് അറിയില്ല, പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഫേമസ് ആവുന്നാ പറയുന്നത്. ഏതൊരു മാതാപിതാക്കളും പറയുന്ന വാക്കാണത്. മക്കളെ പഠിക്കടാ, കളിച്ച് നടക്കാതെ എന്ന് പറയും. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ട ഒരാളാണല്ലോ. അപ്പൊ +1 പഠിക്കുന്ന സമയത്തല്ലേ ഒളിച്ചോടി വരുന്നത്. +2 വീണ്ടും പോയി ചേർന്നതാണ്. പരീക്ഷ എഴുതി ജയിക്കൂ എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളൂ. ഇത് ഏതൊരു മനുഷ്യനും പറയുന്ന വാക്കല്ലേ. ഇതൊക്കെ നെഗറ്റീവ്. എന്റെ പൊന്നെ, ഇവരെന്താടാ ഉദ്ദേശിക്കുന്നത് ഒരു മനസ്സിലാവുന്നില്ല. ആദ്യം തൊട്ടടുത്തിരിക്കുന്ന ആ ചെക്കനും കൂടി ഒന്ന് പഠിപ്പിക്കുക കേട്ടോ. സംസാരം കേൾക്കുമ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം കത്തും.
കുട്ടി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അതൊരു പെണ്ണ് എന്നാ പറഞ്ഞേക്കുന്നത്. ഈ പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ നെഗറ്റീവ് മാത്രം പറയുന്നത്. നമുക്കതൊരു അഡ്വൈസ് ഒക്കെ തരുമായിരിക്കും ചിലപ്പോൾ ചേച്ചി. അതെന്താടാ ഒരു പെണ്ണാണത് പറഞ്ഞെന്ന് എടുത്തു പറയുന്നേ? അതും ഒരു പെണ്ണാണെന്ന്. പെണ്ണുങ്ങളോട് എന്താ അത്ര നിനക്ക് പുച്ഛം? ഒരു പെണ്ണിനല്ലേ നീ ചാടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്? പെണ്ണെന്ന് പറയുമ്പോഴത്തേനൊരു പുച്ഛം. അനുഭവിക്കും എന്ന് പറഞ്ഞ വാക്കുകൾക്ക് പല അർത്ഥമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളും എല്ലാം കണ്ട് മനസ്സിലാക്കുന്ന ആളുകളും പറയുന്ന ഒരു കമന്റ് അത്രയേ ഉള്ളൂ. അനുഭവിക്കാൻ കിടക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നല്ല അനുഭവമായിരിക്കാം, മോശം അനുഭവമായിരിക്കാം, ഒറ്റയടിക്ക് നെഗറ്റീവ് ആക്കി. പിന്നെ ആ ചേച്ചി അനുഭവിച്ചത് കൊണ്ടാവും പറയുന്നുണ്ടാവുക എന്നുള്ളത്. കൊള്ളാം. പക്ഷെ ഇതും ഒരു പെണ്ണാണെന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ നിങ്ങള്. എന്ത് കഴിച്ചാലും വീട്ടിൽ വേറെ ആർക്കും കൊടുക്കാറില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ രണ്ടുപേരും വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ ഞങ്ങളെ കാണത്തുള്ളൂ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കും. അവര് വരുമ്പോ അവർക്കുള്ളതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ അവര് വീഡിയോയിൽ അവര് വരത്തില്ല. നമുക്ക് നമ്മുടെ വീഡിയോയിൽ എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവർക്ക് കുറച്ച് ജോലി തിരക്കും പിന്നെ മടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ തന്നെ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പിന്നെ പയ്യെ ഇതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആയി. അപ്പൊ മുന്നേ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പൊന്നൂസിനൊരു മന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്തിയൊക്കെ വാങ്ങി അവിടെ കൊണ്ടേക്കുന്നു. എന്നിട്ട് അവർ കഴിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഒരൊറ്റ കവറേ ഉണ്ടായിരുന്നുള്ളൂ. ആ കവറ് ഇവൾക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് തിന്നുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ലൈഫ് സ്റ്റൈലാണ് വീഡിയോസ് ആയിട്ട് ഇടുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ കൊടുത്തോ ഇവിടെ കൊടുത്തോ എന്നൊന്നും ചോദിക്കില്ല ആളുകൾ. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായത്തരങ്ങളും നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ വീഡിയോസ് ഒക്കെ ആളുകൾ കാണുന്ന അഭിപ്രായം പറയുന്നു. അവര് പണം കൊടുത്തിട്ട് റീചാർജ് ചെയ്തിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണുന്നത്. അപ്പൊ അവര് നെഗറ്റീവ് കമന്റ് തെറി വിളിക്കണ്ടെങ്കിൽ ഓക്കെ, ഇതൊക്കെ നെഗറ്റീവായിട്ടൊന്നും പറയില്ലടേ. പോയി പഠിക്ക് പൂജ, എക്സാം അല്ലേ, റിസൾട്ട് വരുമ്പോ അതൊന്ന് കാണിക്കണേ ഗൈസ്. റിസൾട്ട് വരുമ്പോ കാണിക്കണേ. വേണോന്ന് ഞങ്ങൾ തീരുമാനിക്കും. വേണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. പിന്നെ എടാ ആ പെണ്ണ് എന്താ പറയാ പറയട്ടടാ. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് നീയാണ് ഇപ്പൊ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഒരു കമന്റ് ഇട്ടു. എന്തായാലും കളിച്ച് നടക്കുകയല്ലേ, ജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ടും കൂടി ഒന്ന് ഇടണേ എന്ന് ചോദിക്കുന്നത് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാന്യമായ രീതിയിൽ പറയാം, ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെയാക്കും, അങ്ങനെ എന്തുവാ. നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ളവർക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്റെ നോർമലായിട്ട് അങ്ങനെ ഇതുപോലെ നെഗറ്റീവ്സ് പറയുന്നവർ ഇങ്ങനെ വരുന്നുണ്ടാണ് നമ്മൾ അതൊന്ന് റിവീൽ ചെയ്യണോ വേണ്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കുന്നത്. അത് ഇവന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാൻ പറ്റും. അപ്പം 10ാം ക്ലാസ് ജയിച്ചിട്ടുണ്ടാ? അത് 8ാം ക്ലാസ് ആയിരുന്നാ? അല്ല, ചോദിച്ചതാണ് കേട്ടോ. ഒരു സംസ്കാരം ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോ ഞാൻ പറയുന്നില്ല, +2 ഞാൻ പാസ്സാവും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ 10ലായാലും +1 +2 ആയാലും ഏതായാലും എനിക്കറിയാം ഞാൻ പാസ്സാവും എനിക്കൊരു ഉറപ്പുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും നാൾ ഞാൻ ഹാർഡ് വർക്ക് തന്നെ ചെയ്ത് തന്നെ 10th പാസ് ചെയ്ത് +1 ഞാൻ പാസ് ചെയ്തു. അപ്പം അല്ല, ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്, സ്വന്തമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ്, ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ജയിച്ചിട്ടുള്ളത്. അല്ലാതെ അപ്പുറത്തൂടെ പോണ ആളുകൾ പഠിച്ചിട്ടല്ല ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ച നമുക്ക് കൊള്ളാം. ഇതൊക്കെ നല്ല രീതിയിലുള്ള കമന്റുകളാണ് കേട്ടോ. പഠിക്കും മോളെ, ജയിക്കും മോളെ, മറ്റേ പൊട്ടനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ എന്ന് അറിഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇത് പറയുന്നത്. അത് മനസ്സിലാക്കും മോളെ. എന്താ മോളെ ഫുൾ A+ വാങ്ങുന്നവരെ അല്ല, ഈ റിസൾട്ട് ചോദിച്ച ആള് എങ്ങനെയാന്ന് വെച്ചാ അതിന്റെ പേര് എന്തായാലും പെണ്ണ അവരുടെ വീട്ടിലെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഫുൾ A+ ആവുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് സക്സസ് ആയവർ മാത്രമല്ല ഉള്ളത്, അല്ലാത്തവരും ഉണ്ട്. അതും ഒരു പെണ്ണാ? എടാ 2 വട്ടായടാ അത്. അതും ഒരു പെണ്ണാ? നീ സ്ത്രീകളോട് എന്താ ഒരു റെസ്പെക്റ്റും ഇല്ലാത്തത്? സ്വന്തം വീട്ടിലത്തെ കാര്യം നോക്കുക. അവരൊന്നും സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് ഇങ്ങനെ കൊണക്കുന്നില്ല. നിങ്ങൾ കൊണക്കുമ്പോ അത് കാണുമ്പോ ആളുകൾക്ക് കമന്റ് ഇടാൻ തോന്നുന്നു. മോശപ്പെട്ടൊരു സാധനമല്ല കമന്റ് ഇട്ടിട്ടുള്ളത്. പിന്നെ എല്ലാവരും ഫുൾ A+ വാങ്ങി ജയിക്കണം എന്ന് അതും ആ കമന്റിലില്ല. പഠിച്ച് ജയിക്ക്, എന്നാലേ സീറ്റൊക്കെ കിട്ടുള്ളൂന്നേ പറയുന്നുള്ളൂ. അതിനൊക്കെ എന്തിനാണ് ഇമ്മാതിരി ഇത് പറയുന്നേ? ഇനി ചില ആളുകൾ ചോദിക്കും, നീ എന്തിനാണെന്ന് അങ്ങനത്തെ വീഡിയോസ് കുത്തിപ്പൊക്കുന്നത്? ഈ വീഡിയോസ് കണ്ടിട്ടെങ്കിലും സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ നമ്മളോട് കഴിയുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് അങ്ങനെ പോയതാ. ആ മാതാപിതാക്കളെ വിഷമത്തിലാക്കിയിട്ടാ പോയിട്ടുള്ളത്. ഈ പെൺകുട്ടിക്ക് ഒരു ജ്യേഷ്ഠൻ അങ്ങനെ ഉണ്ട്. അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവരൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല രീതിയിൽ ഒന്ന് കല്യാണം കഴിപ്പിച്ച് അയക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത്തരം വീഡിയോസ് ഒക്കെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടത് നമ്മുടെയും കടമയാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ്. പിന്നെ ഇവര് പറഞ്ഞു കേട്ടില്ലേ, ഇതിൽ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? എനിക്കും തോന്നിയിട്ടില്ല. ഒരു എസ്സേ കാണില്ല, പേര് ചിലപ്പം കിട്ടും. അങ്ങനെ നമ്മളെ കൂടി പെണ്ണാണ്, അവർക്ക് ഒരു യൂട്യൂബ് ചാനൽ ഒരു യൂട്യൂബ് ചാനൽ. ഇനിയിപ്പം അസൂയാണോ കുശുമ്പാണെന്നൊന്നും അറിയത്തില്ല. കോളേജിൽ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എന്താടാ അതും ഒരു പെണ്ണാണ്? ഇവരെന്തീ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എനിക്ക് വേറൊരു കമന്റ് പറയാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല.
പറയണ ശരിയല്ല, അതുകൊണ്ട് പറയാതിരിക്കുക. അതും ഒരു പെണ്ണാണ്, അതൊരു കോളേജിൽ പഠിക്കുന്ന ഏതൊരു പെൺകുട്ടി, അവർ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാ പറയുന്നത്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ നല്ല രീതിയിലല്ലേ പ്രസന്റ് ചെയ്യുന്നത്? പിന്നെ അവനെ കൊണ്ട് വായിപ്പിക്കും. അവന് മലയാളം എങ്ങനെ കൂട്ടി വായിക്കാൻ അറിയോ? ചോദിച്ചാണ് കേട്ടോ. താൻ പ്ലസ് ടു അല്ലേ എടെ? അല്ല ഈ കമന്റ്സിലൂടെ വന്ന് അവര് നല്ല പിള്ള ക്ഷമയെ നോക്കുവാണ് ഗൈസ്. ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ്, താൻ പ്ലസ് ടു അല്ലടെ, എനിക്ക് തന്നെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എന്നാലും പറയോ, പ്ലസ് ടു നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഉറപ്പായി നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയാം. ഓക്കെ, ഞാനത് സമ്മതിച്ചിരിക്കുന്നു. നല്ല കോളേജിൽ അഡ്മിഷൻ എടുത്ത് കുറച്ച് ലൈഫ് എൻജോയ് ആക്കാം. ഇല്ലേ തീരുമാനം ആവും. ഇതിപ്പോ നീ വിചാരിക്കില്ല, പിന്നെ പ്ലസ് ടു ആണല്ലോ, ഭാവി തീരുമാനിക്കാനായി എന്ന് എല്ലാവർക്കും ഒരുപോലെ ആവില്ല. എന്നും എല്ലാവർക്കും ഒരുപോലെ ആവില്ല. ഇവർ പറയുന്നത് ഇപ്പൊ ഞാൻ പ്ലസ് ടുവിൽ നല്ലോണം പഠിച്ച അടുത്തോട്ട് എനിക്ക് കോളേജിൽ നല്ല അഡ്മിഷൻ കിട്ടും എന്ന് പറയുന്നത്. ഓക്കെ, അത് ഉറപ്പായിട്ട് ഞാൻ സമ്മതിക്കുന്നു. ഇതെന്താ നെഗറ്റീവ്? ഇത് പോസിറ്റീവ് അല്ലേ? നന്നായി പഠിച്ചാ സീറ്റ് ഒക്കെ കിട്ടും, അത്രേ ഉള്ളൂ. ഒരു കാര്യം പറഞ്ഞൊന്നും വിചാരിക്കരുത്. ആ ചെക്കന്റെ തലയിൽ എന്തെങ്കിലും വല്ല വല എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. കുറെ നേരെ അത് പിടിച്ച് ഇങ്ങനെ ചകഞ്ഞ് നിൽക്കണ്. കുറെ നേരെ അത് ഡിസ്റ്റർബ് ആവുന്നുണ്ട് ആളുകൾക്ക്. ഇങ്ങനെ ആക്കിയിട്ട് കുറെ നേരെ ഇവന്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാൽ ഇതന്നെ കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊരു നെഗറ്റീവ് കമന്റ് അല്ല കേട്ടോ മോളെ, അതൊക്കെ പോസിറ്റീവ് കമന്റ്. പോസിറ്റീവായിട്ട് എടുക്കാൻ പഠിക്കും. പിന്നെ ഇപ്പൊ എനിക്കൊന്നും മനസ്സിലാവത്തില്ല, കാരണം പ്രായത്തിന്റെ ഒരു ഇതാണ്. പിന്നീട് ഞാൻ അനുഭവിക്കും എന്നാണ് പറയുന്നത്. ഡബിൾ പാസ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇതില്. ഈ കൊച്ചി ഇത്രയും ഇത് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ കൊച്ചിന് വല്ലതും പഠിച്ചു എന്തെങ്കിലും ഒക്കെ നേടിക്കൂടെ? ചുമ്മാ നമ്മളെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഒക്കെ ഇത്രയും എസ്സേ പോലെ ഇടുന്ന നല്ല കാര്യമുണ്ട്. ആരാ പറയുന്നത്? ജില്ലാ കളക്ടർ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടാ മോനെ, ആദ്യം നീ പോയി പഠിക്ക്, എന്നിട്ട് ആ കമന്റ് ഒക്കെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്ക്. ആളുകൾ ഈ കമന്റ് ഇടുന്നതിൽ അർത്ഥമുണ്ടെന്ന് നീ അടുത്തിരുന്ന് ഈ വർത്താനം പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആ പെങ്കൊച്ചിന് പറയാനുള്ളത് കൊടുത്ത് പറഞ്ഞോട്ടാ. അതിന്റെ ഇടയിൽ കയറി പറഞ്ഞ് കുറെ സാധനങ്ങളിൽ മുങ്ങി പോകുന്നുണ്ട്. കണ്ടതൊക്കെ വാരി വലിച്ച് യൂട്യൂബിൽ ഇടുന്നുണ്ടല്ലോ. പ്ലസ് ടു റിസൾട്ട് വരുമ്പോ അത് കാണിച്ചുകൊണ്ട് വീഡിയോ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത് വേണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കാം ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇങ്ങനെ റിസൾട്ട് എല്ലായിടത്തും കുട്ടി കുറിച്ച് നടക്കണമെന്ന് അറിയത്തില്ല ഗൈസ്. നോക്കാം. ഞങ്ങളെല്ലാവരും നടന്നിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കല്ല. വീട്ടിലത്തെ കാര്യങ്ങളും എന്താണ് ഭാര്യക്ക് തിന്നാൻ കൊടുക്കണതും അതായിട്ട് ഇങ്ങനെ മാറി ഇട്ടുകൊണ്ടിരിക്കുന്നില്ല. നിങ്ങളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് അല്ലേടോ. അപ്പൊ അത് ആളുകൾ ചോദിക്കില്ലേ? നിങ്ങൾ ഈ കോപ്രതരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കണ തന്നെയാണ് ആളുകൾ ചോദിക്കുന്നത്. നാട്ടിലെ മൊത്തം ആളുകളും സോഷ്യൽ മീഡിയയിലാണല്ലോ അവരുടെ റിസൾട്ട് ഇടാറ്. ഇല്ല, പക്ഷെ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ എന്തോ ഒരു യൂട്യൂബ് ഫാമിലി എന്നൊക്കെ പറഞ്ഞില്ലേ? അവരത് ചോദിക്കുമ്പോ ഡിമാൻഡ് ചെയ്യാണ്. അപ്പൊ കാണിച്ചു കൊടുക്ക് നിങ്ങള്, അല്ലാതെ ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞോണ്ടിരിക്കല്ലേ. ടൈമായിട്ട് ഇങ്ങനെ ചില്ലടിച്ച് ഇരിക്കുകയാണ്, വേറെ ലെവലാ. എങ്ങനെയും പാസ്സായാലും മതി, എങ്ങനെയും പാസ്സായാൽ മാത്രം അഡ്മിഷൻ കിട്ടുള്ളൂ. ഡൊണേഷൻ കൊടുക്കാനുള്ളത് യൂട്യൂബ് തരും എന്ന് വിചാരിക്കണ്ട. എന്തായാലും നിന്റെ ലൈഫ് നീ തെരഞ്ഞെടുത്തു അല്ലേ? എന്തേലും എനിക്ക് ഉണ്ട് സെയിം ഏജിൽ ഒരു പെൺകുട്ടി. പ്ലസ് ടു ബോർഡ് എക്സാമിന് പഠിക്കോ? ഒരു അമ്മ എന്ന രീതിയിൽ പറയാം, ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ഈ ഫിനാൻഷ്യലി കുറച്ച് ബെറ്റർ ആവാൻ എഡ്യൂക്കേഷൻ കൊണ്ട് പറ്റും. യൂട്യൂബ് മാത്രമല്ല, എത്ര കാലം ഇത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും? അച്ഛൻ്റെ അമ്മയുടെയും ചെലവിൽ പോയിട്ട് പഠിക്കുക മോളെ. ഫ്യൂച്ചറിൽ നിനക്ക് റിഗ്രറ്റ് വരും. അപ്പോൾ എഡ്യൂക്കേഷൻ എങ്കിലും നിനക്ക് രക്ഷപ്പെടാം. നമ്മൾ ഇപ്പോഴും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ആദ്യം മനസ്സിലാക്കി. ഇത്രേ ഉള്ളൂ. ഞാൻ പഠിത്തം നിർത്തിയിട്ടില്ല, പഠിത്തം ഇപ്പോഴും കണ്ടിന്യൂ വീട്ടിൽ നിന്നാൽ മാത്രമേ പഠിക്കാം. ഞങ്ങൾ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പൊ നമ്മള് എവിടെ നിന്നിട്ടാലും നമ്മൾ സ്റ്റഡീസ് അവിടെ കളയുന്നില്ല. നമ്മൾ സ്റ്റഡീസ് മുന്നോട്ട് തന്നെ പോകും. ഇതിൽ കൊച്ചിന്റെ അമ്മയാണ് ഇട്ടേക്കുന്നത്. ചേച്ചിയുടെ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ സുഖമായിട്ട് കുടുംബമൊക്കെ നോക്കി നിൽക്കുക. നമ്മളെങ്ങനെയൊക്കെ ജീവിച്ചു. എന്താ മോനെ, BGM ഇട്ട് കൊടുക്കടാ, BGM ഇട്ട് കൊടുക്ക്. ചേച്ചിക്ക് ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിന്റെ കാര്യം നോക്കി ചേച്ചി അങ്ങ് പോവാൻ നോക്കുന്നാ പറയുന്നത്. ചേച്ചിയുടെ കൊച്ചിനെ ചേച്ചി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചേച്ചിന്റെ കൊച്ചിന്റെ അതേ പ്രായമുള്ള ഒരു കൊച്ച് ഏതോ ഒരു മണവണാഞ്ഞന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ആ വീട്ടുകാരെ പോലും വിഷമിപ്പിച്ചിട്ട് ഇപ്പൊ പഠിക്കാതെ ഇങ്ങനെ നടക്കണ കാണുമ്പോ സ്വാഭാവികമായിട്ട് ഒരു അമ്മയ്ക്ക് തോന്നുന്ന ഒരു വിഷമം അവർക്ക് തോന്നിയപ്പോ അത് കമന്റ് ഇട്ടുന്നുള്ളൂ. അതിനാണ് അവൻ ഇമ്മാരി ഡയലോഗ് അടിച്ചുകൊടുക്കുന്നത്. തൊട്ടടുത്തിരിക്കുന്നവന് ആദ്യം വകതിരിവ് വേണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ലൈഫ് വീഡിയോസ് കാണാൻ പറ്റിയെങ്കിൽ കാണും, അത്രേ ഉള്ളൂ. അല്ലാതെ കാണാതിരിക്കും. അപ്പം വെറുതെ വന്നിങ്ങനെ ഞങ്ങളെ ഉപദേശിച്ച് നന്നാക്കാമെന്നുള്ള ആ ഒരു ഇത് നമുക്കത് അങ്ങനെ പറ്റുന്നില്ല ഗൈസ്. നമ്മളെ കളിയാക്കുന്ന പോലെയാണ് ഗൈസ് കുറെ ചിരിക്കുന്ന ഇമോജീസ് ഒക്കെ ഇട്ടിട്ടാണ് ഗൈസ് ഇട്ടേക്കുന്നത്. എന്നിട്ടാണ് അഡ്വൈസ് തരുന്നത് എന്നുള്ള രീതിയിലാണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. നല്ല ഇമോജീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അഹങ്കാരം നന്നായിട്ട് അങ്ങ് കേറിയിട്ടുണ്ടല്ലേ. നല്ല റീച്ചും ഉണ്ടാവും, അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ട് കിട്ടുന്നുണ്ടാവുമല്ലോ. പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ വരിക. ആ ഒരു ചേച്ചി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഇവർക്കത് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി. കളിയാക്കിയതുപോലെ അത്ര തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്കത് കളിയാക്കലായിട്ട് തോന്നിയിട്ടില്ല. ജീവിതം ഒരുപാട് മുന്നിൽ കിടക്കുന്നുണ്ട് മക്കളെ, ഒക്കെ പഠിക്കും. എന്റെ പൊന്നു രക്ഷിതാക്കളെ, നിങ്ങൾ തന്നെയാണിത് കാണേണ്ടത്, നിങ്ങൾ തന്നെയാണിത് കാണേണ്ടത്. സ്റ്റോപ്പ് ഇപ്പൊ ചേച്ചി തന്നെ പറയായിരിക്കും നാളെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, എന്നാൽ ചേച്ചി അങ്ങനെ തന്നെ കരുതിക്കോ. ചേച്ചി എന്തായാലും ചേച്ചിയുടെ മോളുടെ കാര്യം നോക്കാം. മോൾക്കൊരു നല്ല ഭാവി
എങ്ങനെ സെറ്റ് ചെയ്യാം. നമ്മളെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ എനിക്ക് കാണാം. ചേച്ചി എന്താ പൊന്നോ, ഇത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതോ ഒരു മണകുണാജന്റെ കൂടെ പോയിട്ട് അവൻ ഇരുന്ന് പൊട്ടത്തരം പറയുന്നു, ഈ കുട്ടി അവിടെ ഇരുന്നിട്ട് ഒന്നും മനസ്സിലാവാതെ അതിൽ ലോക്കായിട്ട് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത് അല്ലേ. ഓക്കെ, ലൈഫ് അവരുടേതാണ്, അവരെന്താ ചെയ്തോട്ടെ. പക്ഷെ ഇങ്ങനെയുള്ള വീഡിയോസ് വന്ന് നമ്മളടുത്ത് റിയാക്ട് ചെയ്യും. ഇതൊരു പാഠമാണ്. നമ്മുടെ മക്കള് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരാളുകളെ ഇഷ്ടപ്പെടുന്നു, ഒന്നും അറിയാത്ത ആളുകളുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു, പിന്നീട് റിഗ്രറ്റ് അടിക്കുന്ന ഒരു കാലം വരും എന്ന് പറയുന്ന ആളുകളെ ഇവരങ്ങോട്ടാണ് കളിയാക്കുന്നത് അല്ലേ. സത്യത്തിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് മാത്രമേ വിഷമം ഉണ്ടാവുള്ളൂ, ഈ ആൺകുട്ടിയുടെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അത് അങ്ങനെ തന്നെയാണ്. ആൺകുട്ടികളുടെ വീട്ടുകാർ പരമാവധി ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ണടച്ച് കാണും. സ്വന്തം വീട്ടിൽ പെൺകുട്ടികൾ വേണം, അവരിങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ പോകണം, അപ്പൊ അവർക്കൊരു വിഷമം ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ട് ഫാമിലി അങ്ങോട്ടും കൊണ്ടും അറിഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓക്കെ എന്ന് പറയാം. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് 14 വയസ്സ് ആ സമയത്തൊക്കെ ഇവൻ ഈ പെൺകുട്ടിയുമായിട്ട് കറങ്ങി നടക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവൾക്ക് അവനെ കണ്ട ഭയങ്കര സങ്കടമായിട്ട് ഇവൻ പ്രേമിച്ചു പോയി എന്നാ പറയുന്നത്. ഇവര് പ്രേമിച്ച് കല്യാണം കഴിച്ചു, പ്രേമിച്ച് ഒളിച്ചോടി എന്നൊരു കാര്യമൊക്കെ പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. പഠിച്ചതിന് ശേഷം, വിദ്യാഭ്യാസം നേടിയതിനു ശേഷം ജോലിയൊക്കെ ആയിട്ട് ചെയ്താൽ പോരെ, അല്ല അതിനും സമയമില്ല, ഞങ്ങളുടെ സാഹചര്യം അത്ര മോശമായിരുന്നു എന്നാ പറയുന്നത്. നോക്കണം, 18 വയസ്സാവുന്നുള്ളൂ ആ സമയത്തുള്ള കഥ ഈ പറയുന്നത്. അത്ര സമയം ഇനിയും കിടക്കുന്നുണ്ട്. ഈ വിദ്യാഭ്യാസം നേടുന്ന ഈ സമയ കാലഘട്ടങ്ങളിലൊക്കെ ഈ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും, രണ്ടുപേരും നല്ലൊരു ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ട് കൂട്ടുകാരും ചിലപ്പോൾ സമ്മതിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുകയെങ്കിലും വേണം എന്നുള്ളൊരു കാര്യമുള്ളൂ. നമ്മുടെ മുന്നിൽ എത്ര ഉദാഹരണങ്ങളുണ്ട്. എന്നും നിന്റെ മൊയ്തീനൊക്കെ സിനിമയൊക്കെ നമുക്ക് ഓർമ്മയില്ല, അത് റിയൽ ലൈഫാണ്. അപ്പൊ അത്ര കാലം ഒന്നും കാത്തിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ആ പെൺകുട്ടിയെ അവൻ നോക്കും എന്ന രീതിയിൽ എത്തിപ്പെടാനുള്ള എന്തെങ്കിലും ഒരു ജോലിയോ എന്തെങ്കിലും അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ വീട്ടുകാരെ ചിലപ്പോൾ സമ്മതിക്കായിരുന്നു. ഒന്നുമില്ല, ഇവന് 21 വയസ്സോ അങ്ങനെ എന്തോ ആണ് ആ സമയത്ത് തോന്നുന്നത്. ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് 17 വയസ്സ് ആ സമയത്ത് പൊളിച്ചോടി അങ്ങ് പോകുന്നു. അത് കഴിഞ്ഞ് ആ കുട്ടി അനുഭവിക്കുന്നത് ആ വീടും സാഹചര്യങ്ങളൊക്കെ ആ വീട്ടുകാർ കണ്ടു മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്കത് വിഷമം കൂടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ അത് കാണിക്കുന്നത്, റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ വേദനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്. പ്രേമിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. നമുക്ക് പ്രേമിക്കാം, ആരെ വേണമെങ്കിലും പ്രേമിക്കാം, ആരെ വേണമെങ്കിലും കല്യാണം, അതിനൊന്നും ഒരു നിയമ തടസ്സം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴുമ്പോൾ നമുക്കൊന്ന് കാത്തിരിക്കാമായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലെ. അത് ചിലപ്പോൾ കാത്തിരുന്നാൽ അവർ സമ്മതിക്കുമായിരുന്നു. അത്രയും ചെറുപ്രായമാണ്, അതുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നത്. സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ വാക്കുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അവർ ചിലപ്പോൾ സമ്മതിക്കുമായിരുന്നിരിക്കാം. സമ്മതിച്ചില്ലെങ്കിലൊക്കെ നാട്ടു നടപ്പ് നോക്കാം. പക്ഷെ അവിടെയും സമയം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ നെഗറ്റീവ് കമന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, മാതാപിതാക്കളുടെ വിഷമം മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ ഇങ്ങനെ കമന്റ് ഒക്കെ ഇടും, ചിലപ്പോൾ റിയാക്ട് ചെയ്തെന്നൊക്കെ വരും. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.